പിണറായി വിജയൻ നേതാവായിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിലെ ഉപനേതാവ് സ്ഥാനത്തേക്ക് വേണ്ടി CPI ഇത്രയധികം ബന്ധപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അത് നാണക്കേടാണ് വാസ്തവത്തിൽ. കേന്ദ്ര BJP നേതൃത്വവും പ്രധാനമന്ത്രി അടക്കമുള്ളവരും കേരളത്തിലെ BJP നേതൃത്വവും പ്രത്യേകിച്ച് പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസനീയമായി സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി. അതിന് എത്ര തിരുത്താൻ നോക്കിയാലും തിരുത്താൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർ ജയിച്ച ആ സീറ്റ് വാസ്തവത്തിൽ ശിവൻകുട്ടിക്ക് പകരം മറ്റൊരു CPM സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ വിധി മറിച്ചു വരുമായിരുന്നു. കരുനാഗപ്പള്ളിയും ചാത്തന്നൂരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ആ പ്രദേശങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഏറ്റവും ആകർഷണീയമായ 2 വകുപ്പുകൾ, ഒന്ന് പൊതുമരാമത്ത് വകുപ്പ്, 2 ടൂറിസം. ഈ 2 വകുപ്പുകളും മറ്റൊരു തരത്തിൽ കൂടി ആകർഷണീയതയുള്ളതാണ്. പൈസ ഉണ്ടാക്കാൻ വളരെയധികം സാധ്യതയുള്ള വളഞ്ഞ വഴിക്ക് മാർഗമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മാധ്യമങ്ങളിൽ ഫേസ് ചെയ്തപ്പോൾ വിഷ് യു ഹാപ്പി ന്യൂ ഇയർ, വിഷ് യു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് പുതുവർഷം ആശംസിച്ചു പോയ റിയാസാണ് ഇപ്പോൾ മുങ്ങുമ്പോൾ ഒന്നിച്ചു മുങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ അമ്മായിയപ്പൻ്റെയും ഭാര്യയുടെയും ഒപ്പം നിൽക്കുന്നത് എന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. CD വീണാ വിജയനിൽ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് കേരളത്തോട് പിണറായി വിജയൻ പറയുന്നു. പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം ഇനി വിശ്വസിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. കാര്യം കർത്ത കൊടുത്ത മൊഴിയിൽ കർത്ത പറയുന്നുണ്ട്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ലേബലിലാണ് വീണയ്ക്ക്, അല്ലെങ്കിൽ പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് വീണയ്ക്ക് പണം നൽകിയതെന്ന്. അപ്പോൾ കർത്ത പറഞ്ഞത് മാധ്യമ സൃഷ്ടിയാണ്. കർത്ത അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. രാഷ്ട്രീയമായി ഇതിനെ നേരിടുമെന്ന് പറയുന്നു. പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED വരുമ്പോൾ, അല്ലെങ്കിൽ ED റെയ്ഡുമായി പിണറായി വിജയൻ ഉള്ള വീട്ടിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് പറഞ്ഞാണ് CPM സമരം നടത്തിയത്. ആ സമരം അക്രമത്തിലേക്ക് പോകുന്നു. CPMന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. രാഷ്ട്രീയമായി നേരിടാമെന്ന് പറയുമ്പോഴും പിണറായി വിജയനെ പാർട്ടിയും ജനങ്ങളും ഇനിയും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചില്ലേ? ഇതിലും വ്യക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനിൽ മാത്രമല്ല CPMലും വിശ്വാസമില്ല, CPMന്റെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളിലും വിശ്വാസമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞില്ലേ? അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് CPIയുടെ ഏറ്റവും ഒടുവിലത്തെ ഈ റിയാക്ഷനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാണ്ട് വാസ്തവം വ്യക്തിപരമായി പറഞ്ഞാൽ പിണറായി വിജയൻ നേതാവായിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിലെ ഉപനേതാവ് സ്ഥാനത്തേക്ക് വേണ്ടി CPI ഇത്രയധികം ബന്ധപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അത് നാണക്കേടാണ് വാസ്തവത്തിൽ. പക്ഷേ അത് ഉന്നയിച്ച സ്ഥിതിക്ക് അവിടെ നിന്ന് പിന്മാറാൻ നിവൃത്തിയില്ല. പക്ഷെ ഇനിയിപ്പോൾ പിന്മാറിയേ പറ്റൂ. കാരണം ഇതിന് വളരെ വ്യക്തമായി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു, ആ സ്ഥാനം CPM കാരണം മാത്രമാണ്. അതിനുവേണ്ടി CPI എന്തെങ്കിലും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. EDയുടെ കാര്യത്തിൽ പഴയ ED തന്നെയാണ് ഇപ്പോഴും. EDയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രഹസ്യധാരണ, ഒരു അണ്ടർസ്റ്റാൻഡിങ് കേന്ദ്ര BJP നേതൃത്വവും പ്രധാനമന്ത്രി അടക്കമുള്ളവരും കേരളത്തിലെ BJP നേതൃത്വവും പ്രത്യേകിച്ച് പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസനീയമായി സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി. അതിന് എത്ര തിരുത്താൻ നോക്കിയാലും തിരുത്താൻ കഴിയില്ല. ഇപ്പോൾ തള്ളിപ്പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞില്ലേ? ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പം നടക്കുകയാണെങ്കിൽ ഇത്രയും സീറ്റ് പോലും കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണെന്നാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് തോന്നുന്നത്. അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞു BJPയുമായിട്ടുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് 2026 വരെ പിണറായി വിജയനെ തൊടണ്ട എന്നുണ്ടായിരുന്നത്. കേരളത്തിൽ BJPക്ക് 3 അക്കൗണ്ടുകൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് CPMന്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ CPMന്റെ അറിവോട് കൂടിയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. അങ്ങനെയാകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി CPM BJP ഒരു ഡീലിന് ഒരുങ്ങുകയാണെങ്കിൽ EDയെ തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ രാഷ്ട്രീയത്തെ നോക്കി കാണുന്ന ഇടത്തോളം എനിക്ക് തോന്നുന്നത് BJPക്ക് ഇതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ
ബോധവും ദീർഘവീക്ഷണമുണ്ടെന്നാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് എന്നുള്ളത് പിന്നീട് നഷ്ടപ്പെട്ടെങ്കിലും ആ ഒന്ന് മൂന്നാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. അത് വാസ്തവം പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം കൊണ്ട് പറ്റിയതാണ്. പിടിപ്പുകേടിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ ജയിച്ച ആ സീറ്റ് വാസ്തവത്തിൽ ശിവൻകുട്ടിക്ക് പകരം മറ്റൊരു CPM സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ വിധി മറിച്ചു വരുമായിരുന്നു. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് ശബരിമല അഴിമതി കേസുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി വേറൊരാളെ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായും വി മുരളീധരൻ അവിടുന്ന് ജയിക്കുമായിരുന്നില്ല. കുറെ കൂടെ ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത്ര നിസ്സാരമായ ഒരു വ്യത്യാസത്തിനാണ് വി മുരളീധരൻ ജയിച്ചത്. പിന്നെ ചാത്തന്നൂർ അത് CPIയുടെ ഏറ്റവും കനത്ത ഒരു പരാജയമായി കണക്കാക്കണം. കാരണം CPIയുടെ ഉറച്ച സീറ്റായിരുന്നു അത്. രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ ദീർഘകാലമായി നഴ്സ് ചെയ്ത് നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്നൊരു മണ്ഡലമാണത്. തൊട്ടടുത്ത് കിടക്കുന്ന കരുനാഗപ്പള്ളി നഷ്ടപ്പെട്ടതും പോയതും CPIയുടെ പിടിപ്പുകേടാണ്. ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയായി തുടർച്ചയായി ജയിച്ചു വരുന്ന ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആ കോൺസ്റ്റിറ്റ്യുവൻസി നഴ്സ് ചെയ്ത് ശരിക്ക്. അതുകൊണ്ട് അദ്ദേഹം തുടർച്ചയായി 3-ാം വട്ടമോ 4-ാം വട്ടമാണ് അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കരുനാഗപ്പള്ളിയും ചാത്തന്നൂരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ആ പ്രദേശങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. പല വേദികളിലും ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. ഞാൻ അവിടെ പാർട്ടി സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളതാണ്. ആ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിനിടയ്ക്ക് CPIക്ക് ഉണ്ടായിരുന്ന സ്വാധീനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. അതൊക്കെ പരാജയത്തിൽ CPIയും അതിന് തുല്യ പങ്കാളിയാണ് ആ പരാജയത്തിൽ. ഇപ്പൊ മുഹമ്മദ് റിയാസിലേക്ക് ഇതുവരെയും ED എത്തിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മാസപ്പടി വിവാദം വരുമ്പോൾ വീണ വിജയന്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ രാഷ്ട്രീയ കേരളം പോലും ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ED റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇനി ഒരു പക്ഷേ മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാം. പക്ഷെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് റിയാസ് സംസാരിക്കുന്നത്. വീണ വിജയൻ എന്ന വ്യക്തിക്ക് ഒരു കമ്പനി നടത്തിയാൽ എന്താണ് പ്രശ്നം, പണം വാങ്ങിയാൽ, നൽകിയ സേവനത്തിന് പണം വാങ്ങിയാൽ എന്താണ് പ്രശ്നം എന്ന് ഇതേ ആത്മവിശ്വാസമായിരുന്നു തുടക്കത്തിൽ പിണറായി വിജയനും. ഈ റിയാസിന്റെ ഒരു മുഖം മൂടിയാണോ ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്? റിയാസ് എന്ത് ചെയ്യുമല്ലോ, അത് റിയാസിന് അർഹിക്കാത്ത ഒരു മന്ത്രിസ്ഥാനമാണ് കിട്ടിയത്. കാരണം എത്രയോ സീനിയർ ആയിട്ടുള്ള MLA മാരുണ്ടായിരുന്നു. ഇപ്പോൾ തലശ്ശേരി MLA ആയിരുന്ന സ്പീക്കർ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ആ സഖാവ് തന്നെ എത്രയോ തവണ തലശ്ശേരിയിൽ ജയിച്ചതാണ്. വലിയ ചീത്തപ്പേരൊന്നും ആ MLA ആയതിനു ശേഷം അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല. ആ സ്ഥാനം നിഷേധിച്ചുകൊണ്ട് ഇന്നലെ മാത്രം MLA ഒരാളെ, യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരാളെ നിയമിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും ആകർഷണീയമായ 2 വകുപ്പുകൾ, ഒന്ന് പൊതുമരാമത്ത് വകുപ്പ്, 2 ടൂറിസം. ഈ 2 വകുപ്പുകളും മറ്റൊരു തരത്തിൽ കൂടി ആകർഷണീയതയുള്ളതാണ്. പൈസ ഉണ്ടാക്കാൻ വളരെയധികം സാധ്യതയുള്ള വളഞ്ഞ വഴിക്ക് മാർഗമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. റവന്യൂ വകുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കൊയ്ത്ത് നേടാൻ കഴിയുന്ന ഒരു വകുപ്പാണ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അത് രാംജി എന്ന് പറയുന്നൊരു സുഹൃത്ത്, പറയുക ജേർണലിസ്റ്റ്, തലശ്ശേരിക്കാരൻ, അദ്ദേഹം എപ്പോഴും എഴുതും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, പബ്ലിക് വോ ഡിപ്പാർട്ട്മെൻറ്റ്, WOE. ശരിക്കും പറഞ്ഞാൽ പബ്ലിക് വർക്ക്സ് അല്ല, പബ്ലിക് വോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലം ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ നേതാക്കൾക്കാണ്, പൊതുജനങ്ങൾക്കല്ല. അതുകൊണ്ട് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. പിന്നെ റിയാസിൻ്റെ മറ്റ് ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലില്ലെങ്കിലും വേറെ പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ റിയാസിൻ്റെ അടുത്ത ബന്ധുക്കളായിട്ടുള്ളവരുണ്ട്. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ ഇന്ത്യയിൽ, ഏഷ്യയിൽ തന്നെ ചില രാജ്യങ്ങളിൽ കാലെടുത്ത് കുത്തിയാൽ ജയിലിൽ പോകാൻ പാകത്തിനുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് നാട്ടിൽ വന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു വിദേശ പൗരനായിട്ട് കണക്കാക്കാവുന്ന ആളാണ് ഈ റിയാസിൻ്റെ ബന്ധു. അയാളുടെയൊക്കെ തണലിലാണ് റിയാസ് വളർന്നത്. പിന്നെ അവിടെ തന്നെ ഈ ബേപ്പൂരിൽ ജയിക്കുന്നതിന് PV അൻവർ അല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ തോൽക്കുമായിരുന്നു അവിടെ. അതും ഒരു തരത്തിൽ
UDF പറ്റിയ ഒരു പാകപ്പിഴയായിട്ട് കണക്കാക്കാമെങ്കിൽ അങ്ങനെയാകാം. അതുകൊണ്ട് റിയാസ് ഇത്ര വലിയൊരു സൂപ്പർ ഹ്യൂമൻ പവറുള്ള ഒരാളാണ് എന്ന് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പബ്ലിക് മാധ്യമങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്നില്ലാത്തൊരാവേശം. പക്ഷേ ഇതിനു മുമ്പ് മാധ്യമങ്ങളെ ഫേസ് ചെയ്തപ്പോൾ വിഷ് യു ഹാപ്പി ന്യൂ ഇയർ, വിഷ് യു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് പുതുവർഷം ആശംസിച്ചു പോയ റിയാസാണ് ഇപ്പോൾ മുങ്ങുമ്പോൾ ഒന്നിച്ചു മുങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ അമ്മായിയപ്പൻ്റെയും ഭാര്യയുടെയും ഒപ്പം നിൽക്കുന്നത് എന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്.